ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ സ്നാക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പഴുത്ത വരിക്ക ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമായത് കുറച്ച് മൈദപ്പൊടി, അതുപോലെ കുറച്ച് അരിപ്പൊടി, ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ വരിക്കച്ചക്ക നന്നായി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 ചുള ആണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ച് എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് പഞ്ചസാരയും അതുപോലെ കുറച്ച് ജീരകപ്പൊടിയും ആണ് വേണ്ടത്. ഞാൻ ജീരകപ്പൊടി അല്ല ഉപയോഗിക്കുന്നത്, ജീരകമാണ്. നിങ്ങൾക്ക് ജീരകപ്പൊടിയോ ജീരകമോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിൽ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി അരച്ചിട്ട് വരാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് 2 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കൈകൊണ്ട് ആകുമ്പോൾ നന്നായി യോജിച്ച് വരും. നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ചക്ക മാത്രം മതി അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ പൊടിയിടുമ്പോൾ ലൂസായി പോകും. അപ്പോൾ ഇതിലേക്ക് നന്നായി ക്രിസ്പി ആവാനും അതുപോലെ കട്ടിയാകാനും കൂടി 1 സ്പൂൺ അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ അടച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ കോരി ഒഴിച്ചു കൊടുത്ത് ഇത് ചുട്ടെടുക്കാം. ഏകദേശം ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നമുക്ക് ചക്ക ഉള്ള സമയത്ത് ആക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.